കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി ബി.ജെ.പി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ഉൽപാദന മേഖലയിൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഏക സിവിൽ കോഡ് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി കാണുന്ന കർണാടക തെരഞ്ഞെടുപ്പ് ഏകീകൃത സിവിൽ കോഡ് എന്ന വാഗ്ദാനവുമായിട്ടാണ് ബി.ജെ.പി. എത്തുന്നത്. ഇതിന് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്, വിവാദങ്ങളും ഒപ്പം ഉണ്ട്. എന്തൊക്കെയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നത്? അജിംഷാദ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാവുകയാണ്. നമുക്കറിയാം, കർണാടക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇനി 9 ദിവസം കൂടിയുള്ള തെരഞ്ഞെടുപ്പിന് മെയ് 10-നാണ് കർണാടകയിൽ വോട്ടെടുപ്പ് നടക്കുക. അതിന് മുന്നോടിയായി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ മുന്നണികളുടെ ഭാഗത്തു നിന്നും ദേശീയ നേതാക്കളെല്ലാം തന്നെ കർണാടകയിൽ ക്യാമ്പ് ചെയ്ത് തന്നെയാണ് പ്രചാരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ബി.ജെ.പി. ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷൻ ജെ.പി. നദ്ദയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക പുറത്തിറക്കിയത്. പ്രധാനമായും പ്രകടന പത്രികയിൽ പറയുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കും എന്നത് തന്നെയാണ്. നമുക്കറിയാം, വലിയ രീതിയിൽ തന്നെ വലിയ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലെല്ലാം തന്നെ ബി.ജെ.പി. കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരഞ്ഞെടുപ്പ് അടുത്ത സമയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ്. അത് കർണാടകയിലും നടപ്പാക്കുമെന്ന് അവർ ഈ പ്രകടന പത്രികയിൽ പറയുന്നു. കൂടാതെ 10 ലക്ഷം തൊഴിലവസരങ്ങൾ ഉൽപാദന മേഖലയിൽ സൃഷ്ടിക്കുമെന്ന് പ്രകടന പത്രികയിലുണ്ട്. എല്ലാവർക്കും നീതി ഉറപ്പാക്കുക, ആരെയും പ്രീതിപ്പെടുത്താതിരിക്കുക എന്നതാവും ബി.ജെ.പിയുടെ നയമെന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു സുപ്രധാന കാര്യം പറഞ്ഞത്, AC മുറിയിൽ ഇരുന്നല്ല ഇത്തരത്തിലൊരു പ്രകടന പത്രിക തയ്യാറാക്കിയത്. എല്ലാ കോണുകളിൽ നിന്നും എല്ലാ കോണുകളിൽ നിന്നും എല്ലാ വിഷയങ്ങളും പഠിച്ച് എല്ലാ ആളുകളുടെ പ്രതികരണം എല്ലാം തേടി അത്തരത്തിൽ ഒരു രീതിയിലാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്നാണ് ജെ.പി. നദ്ദ പറയുന്നത്. കൂടാതെ ശ്രദ്ധേയമായ കാര്യം, BPL വിഭാഗക്കാരായ കുടുംബങ്ങൾക്ക് പ്രതിമാസ റേഷൻ കിറ്റാണ് പ്രകടന പത്രികയിൽ പറയുന്ന മറ്റൊരു വാഗ്ദാനം. അതോടൊപ്പം തന്നെ പ്രതിദിനം 1/2 ലിറ്റർ പാലും അതോടൊപ്പം തന്നെ പ്രതിവർഷം 3 പാചകവാത സിലിണ്ടറുകളും സൗജന്യമായി നൽകുമെന്ന് പറയുന്നു. പാചകവാത സിലിണ്ടറുകൾ നൽകുന്നത് ഈ ഉത്സവം അനുബന്ധിച്ചാണ്, ഈ ദീപാവലി പോലുള്ള ഉത്സവങ്ങൾ അനുബന്ധിച്ചാണ് ഇത്തരത്തിൽ സിലിണ്ടറുകൾ നൽകുകയെന്നും ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സാമ്പത്തികമായ സഹായം, അതോടൊപ്പം തന്നെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുമെന്ന കാര്യം പ്രകടന പത്രികയിൽ പറയുന്നു. കൂടാതെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പ്രഖ്യാപനങ്ങളും ഈ പ്രകടന പത്രികയിലുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിൽ പ്രചാരണം ശക്തമാവുകയാണ്. അതിനിടയിലാണ് ബി.ജെ.പി. തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഏകീകൃത സിവിൽ കോഡ് തന്നെയാണ്. അജിംഷാദ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് മുന്നേറുന്ന ഘട്ടത്തിൽ ഏകീകൃത സിവിൽ കോഡ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രിക. വലിയ അർത്ഥത്തിൽ അങ്ങനെ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ കാണുന്നു, അതിൻ്റെ മുന്നോടിയായുള്ള ഒരു തെരഞ്ഞെടുപ്പായി കാണുന്നു എന്നുള്ളതാണ് കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ഘട്ടത്തിലാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന വാദവുമായി വീണ്ടും ബി.ജെ.പി. എത്തുന്നത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. ശക്തമായ പോരാട്ടമാണ് കർണാടക തെരഞ്ഞെടുപ്പ് നൽകുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് കെ.സി. ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി നൽകി.